മാത്സ് റോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹിന്ദിയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര ടെൻഷനിൽ അല്ലെങ്കിൽ ഫുൾ പ്രിപ്പയർ ചെയ്ത് എക്സാമിന്റെ പ്രതീക്ഷ നിൽക്കുകയായിരിക്കും അല്ലെ. ഞാൻ പറയട്ടെ, പാഠങ്ങളെ കുറിച്ചും അവനവൻ പഠിക്കേണ്ടതിനെ കുറിച്ചും ഒരു ധാരണയില്ലാതെ വെറുതെ വീഡിയോ കണ്ടതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് പാഠത്തെക്കുറിച്ചും വരുന്ന ക്വസ്റ്റ്യനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ധാരണയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. നമുക്ക് ഓരോ പാഠങ്ങളും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പെട്ടെന്നൊന്ന് ഓടിച്ചോടിച്ച് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. സഫറും കി ജുഗൽബന്ദി നമുക്കറിയാം അല്ലെ, നമ്മളുടെ ഇക്കായിയുടെ പേരാണ് സഫറും കി ജുഗൽബന്ദി എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഗിഡ്കി. അത് ലഘുകഥയാണ്. അഞ്ജു ഖർബന്ദയാണ് എഴുതിയിട്ടുള്ളത്. ഓരോ പാഠത്തിന്റെ പേരും അത് ഏത് തരം വിധയാണെന്നുള്ളതും അത് ആരെഴുതിയതാണെന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഗിഡ്കി എന്ന് പറയുന്നത് ഒരു ലഘുകഥയാണ്. അഞ്ജു ഖർബന്ദ എന്ന് പറയുന്ന ഒരു ലേഖിക എഴുത്തുകാരിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നായകനായിട്ട് വരുന്നത് പതി, പത്നി, യുവതി. ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഇവരുടെ 2 കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളോട് പട്കഥയൊക്കെ ചോദിക്കുന്ന സമയത്ത്, പട്കഥ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത് നായക് എന്ന് പറഞ്ഞാൽ പതി, പത്നി, യുവതി. സ്ഥാനം എപ്പോഴും അതിൽ വരുന്നത് റെയിൽഗാഡി ആയിരിക്കും. കാരണം റെയിൽഗാഡിയിൽ നിന്നാണ് അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഗിഡ്കി എന്ന പാഠം ലഘുകഥയാണ്. അഞ്ജു ഖർബന്ദ. കഥാപാത്രങ്ങൾ പതി, പത്നി, യുവതി. അതിലെ സ്ഥാൻ വരുന്നത് റെയിൽഗാഡിയാണ്. എന്താണ് ഈ കഥയുടെ പ്രധാന കഥാതന്തു എന്നുള്ളത്? ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയ. ക്വസ്റ്റ്യൻ വരാൻ, ഷാദി കാ ബുലാവ കഹാം സെ ആയ അല്ലെ, കഹാം സെ ആയ എന്ന് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഹോഷിയാർപൂർ സെ കിസ്കി ബുലാവ ആയ, കിസ്കാ ബുലാവ ആയ എന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഷാദിക്ക എന്നുള്ള ഉത്തരമാണ്. ഷാദിക്ക ബുലാവ കഹാം സെ ആയ എന്ന് പറയുമ്പോ കഹാം എവിടെ നിന്ന് അല്ലെ, അപ്പൊ ഉത്തരം വരുന്നത് ഹോഷിയാർപൂർ എന്നുള്ള. ജനറൽ കോച്ച് മേ ജാനെ കാ തൈ കിയ. എന്താണ് അവരെങ്ങനെ പോവാൻ തീരുമാനിച്ചത്? റെയിൽഗാഡി മേ ജനറൽ കോച്ച് മേ ജാനെ കാ തൈ കിയ. തൈ കിയ പറഞ്ഞാൽ നിശ്ചയിക്കുക. തൈ കിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് നിശ്ചയിക്കുക. ഓക്കെ, നമുക്ക് ഏതാണോ കിട്ടുന്നത് ആ ഇതിൽ നമ്മൾ എഴുതുക. എങ്ങനെയാണ് അവർ യാത്ര പോകാൻ തീരുമാനിച്ചത്? ജനറൽ കോച്ചിൽ അല്ലെ. ക്യോം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ യാത്ര പോകാൻ തീരുമാനിച്ചത്? സർദി കെ കാരൻ. എന്താ സർദി എന്ന് പറഞ്ഞാല്? തണുപ്പ് അല്ലെ. തണുപ്പ് കാരണമാണ് അവരെന്ത് ചെയ്തത്? ജനറൽ കോച്ചിൽ പോവാമെന്ന് തീരുമാനിച്ചത്. ഏതൊഴിവാക്കിയിട്ട്? AC ബജായ്. AC ബജായ്. എന്താ ബജായ് എന്ന് പറഞ്ഞാലോ കൂടാതെ. AC ഒഴിവാക്കിയിട്ട് അവര് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. എവിടുന്നാണ് അവർ പോകുന്നത്? ദില്ലി സെ 8 ഘണ്ടെ കാ സഫർ. നമ്മുടെ നായകൻ പതി പത്നിയും ഇപ്പോൾ താമസിക്കുന്ന എവിടെയാണ്? ദില്ലിയിലാണ്. ആ ദില്ലിയിൽ നിന്ന് അവർക്ക് ഹോഷിയാർപൂരിലേക്കാണ് എന്ത് വന്നത്? ഷാദി കാ ബുലാവ വന്നത്. 8 ഘണ്ടെ. എന്താ 8 ഘണ്ടെ എന്ന് പറഞ്ഞാല് 8 മണിക്കൂർ അല്ലെ. 8 മണിക്കൂറിന്റെ സഫർ യാത്രയുണ്ട്. ഇനി യുവതിക്ക് വിശേഷത എന്തായിരുന്നു? ആ വന്ന ഈ ഒരു യുവതിയുടെ പ്രത്യേകത, സാവലെ സലോണി ഗജറാറി ആങ്കോംവാലി യുവതി. നല്ല കറുത്ത് ഭംഗിയുള്ള ഗജറാറി കണ്ണെഴുതിയ, അതായത് കാജൽ, അതായത് കൺമഷി എഴുതിയ ആങ്കോംവാലി യുവതി, കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവള്. അവളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? രംഗ് ബിരംഗ് ജമ്മു കി ഷാലോ കാ ബാരി കട്ടർ. മനോഹരമായ ഷാളിന്റെ, അതായത് ജമ്മു കി ഷാലോം കാ, കാശ്മീരി ഷാളിന്റെ ഒരു ഭാണ്ഡമായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. ഷാൾ കേലിയ 2800 അല്ലെ. 2800 പറഞ്ഞാല് ചിലപ്പോ ഇങ്ങനെ തരും, ഇത് തന്നിട്ട് നമ്മള് ഹിന്ദിയിൽ എഴുതാനായിട്ട് തരും, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഷാൾ കേലിയ 2800 എന്ന് പറഞ്ഞാല് ഒരു ഷോളിന്, ഈ ജമ്മുവിന്റെ ഷോളിന് ആ യുവതി പറഞ്ഞിരുന്നത് 2800 അല്ലെ, 250 രൂപയാണ്. ലേക്കിൻ പത്നി ഷോൾ കേലിയ 800 കഹ അല്ലെ. എന്താ പറഞ്ഞത്? 800 കഹ. ആര്? പത്നി. പത്നി പറഞ്ഞു എത്ര തരുള്ളൂ? 150 തരുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. 5 ഷാൾ കേലിയെ 750 രൂപയെ.
750 എന്ന് പറഞ്ഞാല് 750 രൂപ. അങ്ങനെ 5 ഷോളിന് 750 രൂപ, 150 രൂപ വെച്ച് തരാമെന്ന് ആര് പറഞ്ഞു? പത്നി പറഞ്ഞു അല്ലെ. എന്താണ് ഗരീബി കെ കാരൻ? ഗരീബി കെ കാരൻ യുവതി യഹ് സഹമത്ത് കിയ. എന്താ സഹമത്ത് കിയ എന്നാ സമ്മതിച്ചു അല്ലെ. ദാരിദ്ര്യം കൊണ്ട് യുവതി എന്ത് ചെയ്തു? ഈ കാര്യം സമ്മതിച്ചു. എന്താ 750 രൂപയെങ്കിൽ 750 രൂപയ്ക്ക്. യുവതി കോ ദേക്കർ പതി കോ പിതാ കാ യാദ് ആയി कि उसके पिता भी ट्रेन में सामान बेचने वाला था. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെ. യുവതി കോ ദേക്കർ പതി കോ പിതാ കാ യാദ് ക്യൂം ആയ. ഈ പതിക്ക്, അവളുടെ ഭർത്താവിന് പിതാവിനെ കുറിച്ച് ഓർമ്മ വരാൻ കാരണം എന്താ? ആരെ കണ്ടിട്ട്? യുവതി കോ ദേക്കർ. ആരെ കണ്ടിട്ടാണ്? കിസേ ദേക്കർ, യുവതി കോ ദേക്കർ. എന്തുകൊണ്ടാ? കി എന്താന്ന് വെച്ചാൽ ഉസ്കെ പിത, അദ്ദേഹത്തിന്റെ അച്ഛനും ട്രെയിനില് സാമാൻ ബേച്ചനെ വാല, സാധനങ്ങൾ വിൽക്കുന്ന ഒരു ആളായിരുന്നു. അയാളും ദരിദ്രനായിരുന്നു. ഇതേപോലെ വിലപേശുന്ന ആൾക്കാരുടെ നിന്നൊക്കെ വിലപേശിയും പറഞ്ഞും സങ്കടത്തോട് കൂടിയിട്ട് കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് വേണമായിരുന്നു അയാളും എന്ത് ചെയ്യാൻ? പതിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളർത്താൻ അല്ലെ. ഇനി ഈ കഥയിൽ ടോട്ടൽ എന്താ പറയുന്നത് നോക്കിയേ. ഗരീബി और साधारण काम करने वाले मजदूरों का പ്രതിനിധി के रूप में युवती आता है. ദാരിദ്ര്യത്തിലും സാധാരണ ജോലി ചെയ്ത് കർണേവാല് ചെയ്യുന്ന മസ്ദൂരോം കാ പ്രതിനിധി ആരാണ്? തൊഴിലാളികളുടെ പ്രതിനിധിയുടെ രൂപത്തിലാണ് ആര് വരുന്നത്? യുവതിയെ അവിടെ കാണിക്കുന്നത്. അപ്പനെ സാമാൻ കെ ലിയെ ഖരീദനെ വാലോം കെ ഇച്ഛാനുസാർ. എന്താ പറയുന്നത്? അപ്പനെ സാമാൻ കെ ലിയെ, തന്റെ സാധനങ്ങൾക്ക്, ഖരീദനെ വാലോം കെ വാങ്ങിക്കുന്നവരുടെ, ഇച്ഛാനുസാർ ഇഷ്ടാനുസരിച്ച് പൈസ മാങ്ങിനേക്കാ മജ്ബൂർ ഹോത്താ ഹൈ, പൈസ വാങ്ങാൻ അവൾ നിർബന്ധിതയാകും. അതായത് നമ്മളെ യുവതി പറയുന്ന പൈസക്കല്ല അല്ലെ. യുവതി പറയുന്നത് 250 രൂപയാണ് ഷോളിന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, വാങ്ങുന്നവര് എത്രയാണോ പറയുന്നത് ആ പൈസക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പൈസ മാങ്ങിനേക്കാ മജ്ബൂർ ഹോത്താ ഹൈ, പൈസ വാങ്ങാൻ അവർ നിർബന്ധിതയാകും. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകൾ നമ്മൾ നോക്കാം. ബുലാവ എന്ന് പറഞ്ഞാൽ നിമന്ത്രൺ, ക്ഷണം. സർദി, ടണ്ട്. ഓക്കെ. നാനുക്കുർ അസഹമതി, സമ്മതിക്കാതിരിക്കുക കേട്ടോ. സാവലി ശ്യാം രംഗ്, സലോനി സുന്ദർ, ഇസ്രാർ കർണ ആഗ്രഹ കർണ, പ്രലോഭിത കർണ എന്നുകൂടെ ഇവിടെ വരാം കേട്ടോ. ഇനി എന്താണ്? ഇഷാര കർണ സങ്കേത കർണ, ആംഗ്യം കാണിക്കുക, സൂചിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ആംഗേം തറയർണ ക്രോധ് സേ ദേഖ്ന. ഇതിൽ പ്രധാനപ്പെട്ട ഹിന്ദി ടു ഹിന്ദി വാക്കുകളാണിത്. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇതിൽ നമുക്ക് എന്ത് വരാം? വാർത്താലാപ് വരാം അല്ലെ, പട്കഥ വരാം. പട്കഥയുടെ കാര്യങ്ങളാണ് അവിടെ നേരത്തെ പറഞ്ഞത് അല്ലെ. പത്ര വരാം, ഡയറി വരാം. അങ്ങനെയുള്ള എല്ലാ വിധ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കഹാനിയാണ് അല്ലെ. കഹാനി ആകുമ്പോ എന്ത് വരും? ഇത്തരത്തിലുള്ള പട്കഥ, വാർത്താലാപ്, പത്ര, ഡയറി ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആരുടെയൊക്കെ വരാം? പതിയുടെ വരാം, പത്നിയുടെ വരാം, യുവതിയുടെ വരാം. അങ്ങനെ അത് കറക്റ്റ് ഒന്ന് പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. നമുക്കറിയാം സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് മനസ്സിലാക്കി എഴുതുക കേട്ടോ. അടുത്തത് നമുക്ക് പെട്ടെന്ന് പോവാം. ജിന്ദഗി കാ സഫറിൽ ഹായിക്കു നമുക്ക് വരുന്ന അടുത്തൊരു ഇതാണ് അല്ലെ. ഹായിക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന്റെ പ്രത്യേകത. 5ഉം 7ഉം വരികളല്ല, അക്ഷരങ്ങളെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. നമുക്ക് 3 ഹൈക്കുവാണ് പഠിക്കാനുള്ളത്. ഒന്ന് സുരംഗമാ യാദവിന്റെ, അടുത്ത ഗോപാൽ ബാബു ശർമ്മ, കമലാനന്ദ കുറുപ്പ. എന്തൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നോക്കി. സുരംഗമാ യാദവിന്റെ ഹൈക്കൂടെ ഒരു ആശയമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അമീർ ഗരീബ് കെ ജീവൻ കാ അന്തർ കാ ചിത്രൻ. എന്താ പറയുന്നത്? അമീർ പണക്കാരൻ, ഗരീബ് ദരിദ്രൻ, ജീവൻ കെ അവരുടെ ജീവിതത്തിന്റെ അന്തർ കാ ചിത്രൻ എന്താണ്? അന്തരം, തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. കിസി ബി ബുരി അവസ്ഥാമേ എന്താ പറയുന്നത്? കിസി ബി ഏതൊരു
ബുരി അവസ്ഥ മോശമായ അവസ്ഥയിലും അമീർ ലോഗ് ഖുഷി സെ ജീത്തെ ഹെ, പണക്കാരായിട്ടുള്ള ആളുകൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഏതൊരു മോശം അവസ്ഥയും ആരെ ബാധിക്കുന്നില്ല, അമീർ ലോഗോക്കോ ബാധ നഹി കർത്താ ഹെ, ഗരീബ് കെ ജീവൻ പർ ബാധ ഡാൽത്താ ഹെ. അതാണ് പറയുന്നത്. ബാഠ് എന്ന് പറഞ്ഞാൽ പ്രളയ് എന്നാണ് അർത്ഥം. ഫുഹാർ എന്ന് പറഞ്ഞാൽ ചോട്ടി ബൂന്ത്, അതായത് ചെറിയ മഴത്തുള്ളി പോലെ. സാഹബ് എന്ന് പറഞ്ഞാൽ അമീർ ലോഗിനെയാണ് ഇവിടെ സാഹബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ്, യഹാം സാഹബ് കിസേ കഹത്തെ ഹെ, കിസ് പർ സൂചിത് ഹെ. സാഹബ് എന്നാണ് സൂചിപ്പിക്കുന്നത് അമീർ ലോഗിനെയാണ്. ഇനി ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, വൃദ്ധാവസ്ഥക്കെ അകേലാപ്പൻ കാ ചിത്രൻ, വാർദ്ധക്യത്തില് ഒറ്റപ്പെടുന്നവരെ കുറിച്ചാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ഹൈക്കുവിൽ പറയുന്നത് എന്താണ്, വാർദ്ധക്യത്തില് ഒറ്റപ്പെട്ടുപോയവരുടെ ചിത്രം. ഇവിടെ ലാഠ്യാം എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഹൈക്കുവില് അല്ലെ. എന്താണ് ആ ഹൈക്കുവിൽ ലാഠ്യാം എന്നുള്ളതിന്റെ മത്ലബ്, അർത്ഥം ആശ്രയമാണ്. ലാഠി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അർത്ഥം എന്താ, ലാഠി ഊന്നുവടി എന്നാണ് ലാഠിയുടെ അർത്ഥം. ഊന്നുവടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആശ്രയം. വേട്ടെ പരിവാർ, ഒന്നുകിൽ തന്റെ മക്കളാവാം അല്ലെങ്കിൽ കുടുംബമാവാം അല്ലെ. ഇതിനെയാണ് ഇവിടെ ലാഠിയാം എന്ന് പറയുന്നത്. ഇതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത കമലാ കുറുപ്പയുടെ എന്താ പറയുന്നത്, വർത്തമാൻ സമയക്കെ, അതായത് ഇപ്പത്തെ പ്രസന്റ് ടൈമിലുള്ള ഈ ഒരു കാലഘട്ടത്തിലെ സ്വാർത്ഥ സമാജ് കാ ചിത്രം ഹെ, സ്വാർത്ഥരായ ഒരു സമൂഹത്തെ കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. എല്ലാവരും അവനവന്റെ കാര്യത്തിൽ സ്വാർത്ഥരാണ് അല്ലെ, ആർക്കും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും ആർക്കില്ല. അതിനെ കുറിച്ചാണ് കമലാ നുഗ്രൂപ്പ തന്റെ ഹൈക്കുവിൽ പറഞ്ഞിട്ടുള്ളത്. സെൻസാർമി, ഈ ലോകത്ത് ലോക് ജനങ്ങൾ അപ്നേമേ മഗ്ന രഹത്തെ, തന്നിൽ മുഴുകി കഴിയുന്നു, അവനവനിൽ മുഴുകുന്നു. കിസിക്ക് സാത്ത് സ്നേഹ ദയാക്ക ഭാവനയും, ആരോടും എന്തില്ല, സ്നേഹം ദയ അത്തരത്തിലുള്ള ഒരു ഭാവം തന്നെ അവർക്കില്ല. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ആഞ്ച് എന്ന് പറഞ്ഞാൽ ഗർമി. ഇതിൽ വരാവുന്ന സമാനാർത്ഥ ശബ്ദങ്ങളാണ് കേട്ടോ ഇത്. നേഹ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹം, ആഞ്ച് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചൂടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഹൈക്കുയിൽ നമ്മൾ കാര്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി റെയിൻ ബസേര എന്ന് പറയുന്ന യാത്രാവൃത്തി വരുന്നുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു ഓരോ പാഠങ്ങളും അത് ഏത് വിധയാണെന്നുള്ളതും ലേഖകനെയും നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ റെയിൻ ബസേര എന്ന് പറയുന്നത് യാത്രാവൃത്താണ്, യാത്രാ വിവരണമാണ്. അമൃതലാൽ വേഗഡാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അമൃതലാൽ വേഗഡ് ഒരു അധ്യാപകനും സാഹിത്യകാരനും കൂടിയായിരുന്നു അല്ലെ. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ലേഖക്, ചോട്ടു, പാഗലാത്മി, ഗ്രാമീൺ. ഗ്രാമീൺ എന്നോ അല്ലെങ്കിൽ യുവക് എന്നോ നമുക്ക് അവിടെ കഥാപാത്രങ്ങളെ കൊടുക്കാം. ലേഖക് ഉണ്ട്, ചോട്ടു ഉണ്ട്, പാഗലാത്മി ഉണ്ട്, ഗ്രാമീൺ അല്ലെ. ഇനി ഗാവ് പഥോഡ അല്ലെ, അവിടെ പഥോഡ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അവര് എത്തിച്ചേരുന്നത്. അമൃതലാൽ വേഗഡിനെ നർമ്മദാക്കെ കിനാരെ പദയാത്രാക്കി ഗാവുമേ രഹനെ പട അല്ലെ. എന്താണ് അമൃതലാൽ വേഗഡിന് നർമ്മദാക്കെ കിനാരെ പദയാത്ര, നർമ്മദാ തീരത്തേക്ക് ഒരു പദയാത്ര നടത്തുമ്പോൾ അതിനിടയിലാണ് പഥോഡ ഗാവുമേ രഹനെ പട, പഥോഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിക്കേണ്ടതായിട്ട് വന്നത്. അവിടെ ഈ പഥോഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവരെവിടെയാ താമസിച്ചത്, ഏക്ക് മന്ദിർമേ അല്ലെ. ഒരു യുവാവ് അവർക്ക് മന്ദിരമാണ് കൊടുത്തത്, ഒരു അമ്പലം, പണി തീരാത്തൊരു അമ്പലമാണ് കൊടുത്തത് അല്ലെ. മന്ദിരിന്റെ വിശേഷത എന്താ, ബരാമദമിൽ ലോഹേക്ക ജാലി വാല ദർവാസ. എന്തുണ്ട് മന്ദിറിന്റെ ബരാമദമ വരാന്തയില് ലോഹേക്ക ജാലി വാല ദർവാസ, ലോഹത്തിന്റെ ഒരു എന്താണ് താഴുള്ള പൂട്ടുള്ള ഒരു വാതിലുണ്ട് അവിടെ. റെയിൻ ബസേര, मंदिर की बरामदा, पानी लाने के लिए बाल्टी, फर्श पर बिछाने के लिए एक बहुत बड़ी दलील. അപ്പൊ ഈ റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ അന്ന് ആ മഴക്കാലത്ത് അവർക്ക് ഇടത്താവളമായ ബസേരെ താമസ സ്ഥലമായത് ഏതായിരുന്നു, മന്ദിരായിരുന്നു അല്ലെ. ആ മന്ദിരില് അദ്ദേഹത്തെ അവർക്ക് ആർക്കൊക്കെ, ചോട്ടുവിനും അതുപോലെ ലേഖകനും, ഇവർക്ക് രണ്ടുപേർക്കും താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഗ്രാമീൺ എന്തൊക്കെ കൊടുത്തു, അതില് പാനി ലാനെ കെ ലിയെ ബാൾട്ടി, വെള്ളമെടുക്കാൻ ഒരു ബക്കറ്റ് കൊടുത്തു. ഫർഷ് പർ ബിജാനെ കെ ലിയെ ബഹുത് ബഡി ദരി, എന്താ ഫർഷ് പർ തറയിൽ, ബിജാനെ കെ ലിയെ വിരിക്കാന് എക് ബഹുത് ബഡി ദരി ദി, ഒരു വലിയ എന്ത് കൊടുത്തു, ദരി വിരിപ്പും കൊടുത്തു അല്ലെ. ഖാന, എന്തായിരുന്നു അവരുടെ അന്നത്തെ ഭക്ഷണം, ദാൽ ഓർ ഗാഗഡ് അല്ലെ. അവരന്നുണ്ടാക്കിയത് ദാലും ഗാഗഡും ആയിരുന്നു. നല്ല മഴയുള്ള സമയമായിരുന്നു അല്ലെ. അന്ന് അങ്ങനെ ഉറങ്ങുമ്പോഴാണ് പിന്നെ ആര് വന്നത്, പാഗൽ ആത്മി അവിടെ വന്നത്. പാഗലാത്മി ക ചരിത്രം. എന്തൊക്കെയാണ് പാഗലാത്മിയുടെ വിശേഷതകൾ എന്ന് നോക്കൂ.
पागल आदमी में एक ही एक बदलाव क्यों? लेखक शिक्षक का समझकर लिखने पढ़ने वाला समझकर गुरु के आदर करने चाहिए അല്ലെ. എന്തൊക്കെയാണ് പാഗലാത്മിയുടെ ചരിത്രത്തിൽ കഥാപാത്രത്തില് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പാഗലാത്മിയും ഏകായക് ബദലാവ് ഹ്യോം ആയ അല്ലെ. പാഗലാത്മിയിൽ ആ ഭ്രാന്തനായ മനുഷ്യന് പെട്ടെന്ന് ഒരു മാറ്റം വരാനുള്ള കാരണം എന്താ? ലേഖക ശിക്ഷക് സമച്ചുകർ, ഈ ലേഖകൻ ഒരു അധ്യാപകനാണെന്ന് മനസ്സിലായപ്പോഴാണ് മാറ്റം വന്നത് അല്ലെ. ലിഖ്നെ പഠ്നെ വാല സമച്ചുകർ, എന്ത്? ലേഖകൻ എഴുത്തും വായനയും അറിയുന്നവനാണെന്ന് മനസ്സിലായപ്പോഴാണ് പാഗലാത്മിയില് എന്തുവന്ന് ബദലാവ് മാറ്റം വന്നത് അല്ലെ. ഗുരു കോ ആദർ കർണാ ചാഹിയെ, പാഗലാണെങ്കിൽ പോലും അല്ലെ, ആ ആത്മി എന്ത് ചെയ്യുന്നു? ഭ്രാന്തനാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരു കാ ആദർ കർണാ ചാഹത്താ ഹെ, എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുവിനെ ആദരിക്കാൻ, റെസ്പെക്ട് ചെയ്യണമെന്ന് അയാള് മനസ്സിലാക്കും അല്ലെ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഏക് ശിക്ഷകയിലെ ഏക് ശിക്ഷകെ രൂപമേ, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ലേഖകക്ക് സർവശ്രേഷ്ഠ സമ്മാനിക്കാതെ ആ ലേഖകന്റെ ഏറ്റവും വലിയ ബഹുമതി എന്തായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു? പാഗലാത്മി പെഹലെ ഉസെ അനാദർ കിയ, ഡരായ, धमकी, उसी व्यक्ति लेखक को गुरु समझकर अपना व्यवहार बदल लिया, उसे आदर किया, उसके शरीर को मालिश किया और जाते वक्त उनके हाथ में 20 रुपए भी रखा थी. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏക ശിക്ഷക്, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയെന്ന് ലേഖകൻ ഏതാ തോന്നിയത്? ഈ പാഗലാത്മിയുടേതാ അല്ലെ. പാഗലാത്മി, ആ പ്രാന്തനായ വ്യക്തി പെഹലെ ഉസെ അനാദർ കിയ, പെഹലെ ആദ്യം അദ്ദേഹത്തെ എന്ത് ചെയ്തു? അനാദരവ് ചെയ്തു അല്ലെ. ഡറായ, പേടിപ്പിച്ചു. ധമകീതി, ഭീഷണിപ്പെടുത്തി. ഉസി വ്യക്തി, എന്നാൽ അതേ മനുഷ്യൻ തന്നെ, ആ പാഗൽ വ്യക്തി തന്നെ ലേഖകോ, ആ ലേഖകൻ ഗുരു സമച്ചുകർ, ഒരു അധ്യാപകനാണെന്ന് മനസ്സിലായപ്പോൾ അപ്നാ വ്യവഹാർ, തന്റെ പെരുമാറ്റം, വ്യവഹാർ പറഞ്ഞാൽ പെരുമാറ്റം അല്ലെ, ബദലിയ, മാറ്റി, അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം മാറ്റി. ഉസെ ആദർ കിയ, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തു. ഉസ്കെ ശരീർക്കോ, അദ്ദേഹത്തിന്റെ ശരീരത്തെ, ആരെ? ലേഖകന്റെ അല്ലെ. ഉസ്കെ എന്നൂടെ പറയുന്ന ആരാണ്? ലേഖകന്റെ ശരീരത്തെ മാലീഷ് കിയ, എന്ത് ചെയ്തു? നന്നായി മസാജ് ഒക്കെ ചെയ്തു കൊടുത്തു. ജാനത്തെ വക്ത്, എന്നിട്ട് പോകുന്ന സമയത്ത് ഉൻകെ ഹാത്മ്യം, അദ്ദേഹത്തിന്റെ കയ്യിൽ, ആരിലെ? ലേഖകന്റെ കയ്യില് അല്ലെ, ലേഖകന്റെ കയ്യില് 20 രൂപയെ ഭീരക്തിയ, എന്ത് ചെയ്തു? 20 രൂപയും വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും സർവശ്രേഷ്ഠമായ സമ്മാനം ലഭിച്ചത് അല്ലെ. ഇനി ഇവിടെ എന്തൊക്കെ വരാം? പട്കഥ, ഡയറി, പത്ര, അധ്യാപക ദിൻ കെ ബാരമേ, പോസ്റ്റർ, ഇതൊക്കെ വരാനുള്ള സാധ്യത ഏത് പാഠത്തിലുണ്ട്? ഇത് റെയിൻ ബസേരിയം എന്ന് പറയുന്ന ഈ പാഠത്തില് നമുക്ക് പ്രതീക്ഷിക്കാം. റെയിൻ ബസേരിയം എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് എന്തൊക്കെ വരാം? പട്കഥ വരാം, ഡയറി വരാം, പത്ര വരാം അല്ലെ. പട്കഥ വരുമ്പോ നമ്മൾ ഓർക്കുക, പട്കഥ വരുമ്പോ മിക്കപ്പോഴും അതില് സ്ഥാൻ എന്ന് പറയുന്നത് ഏതന്നെയാ? മന്ദിറാണ് വരുന്നത്. ഓക്കെ, പിന്നെ കഥാപാത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇവിടെ കുറച്ച് മുഹാവരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഊൽ ജലൂൽ ബക്ന, ബേസിർ പേർ കാ സവാൽ കർണ, ധ്വംസ് രഹ്ന, ബുദ്ധി സുൽച്ചന, ധാവാ ബോൽന, ഇങ്ങനെയുള്ള കുറച്ച് മുഹാവരകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന കവിത ഭയങ്കര പ്രധാനമായിട്ട് നമ്മളെ മോഡൽ എക്സാമിനും അതിന് മുന്നുള്ള എക്സാമിനും പ്രീ മോഡലിനൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കവിതയാണ് അല്ലെ. മേരി ദുനിയാക്കെ തമാം ബച്ച കവിതയാണ്. ആരെഴുതിയതാ? അദ്നാൻ കാഫിൽ ദർവേഷ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. എന്താണ് ഈ കവിതയുടെ സന്ദേശം? നോക്കിയാൽ നമുക്ക് ടിപ്പണി എഴുതാൻ വരും അല്ലെ, ആസ്വാദന കുറിപ്പൊക്കെ എഴുതാൻ വരുമ്പോ, ആ സാരാംശം എഴുതാൻ വരുമ്പോ ഇത് അതിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് അതിന്റെ പോയിന്റ് ആണ്. എന്താ പറയുന്നത് നോക്കിയേ. യുദ്ധ ഘൃണ ഓർ വിനാശ് കെ ബദലെ, യുദ്ധം, വെറുപ്പ്, നശിപ്പിക്കുക എന്നതിനു പകരം മാസൂമിയത്ത്, എന്താ മാസൂമിയത്ത്? നിഷ്കളങ്കത, പ്രേം, സ്നേഹം, ഉമ്മിദ്, വിശ്വാസം, ശക്തിശാലി സന്ദേശ്, ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു ശക്തമായ സന്ദേശം. നഫ്രത്ത് കി ജഗ്, വെറുപ്പിന്റെ പകരം, അതായത് വെറുപ്പിന്റെ സ്ഥാനത്ത് ഏകതാക്ക ഭാവം, ഐക്യം, എന്ത്? ഒരുമയുടെ ഭാവമാണ് ഫലം നൽകുന്നത് അല്ലെ. അപ്പൊ എന്താ വേണ്ടത്? യുദ്ധം, ഘൃണ, വിനാശ് എന്നതിന് പകരം മാസൂമിയത്, പ്രേമ്, ഉമ്മിദ്,
അല്ലെ. അതുപോലെ നഫ്രത്ത് കെ ജഗ് ഏകത കാ ഭാവ്. ഇതാണ് ഈ കവിതയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇനി നോക്കി ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്. യുദ്ധ ഔർ വിനാശ് കാ അന്ത്, അല്ലെ. യുദ്ധം എന്ന് പറയുന്ന വിനാശവും അത് അവസാനിപ്പിക്കുക, അല്ലെ. നശിപ്പിക്കുക, യുദ്ധം ചെയ്യുക എന്നുള്ളത് അവസാനിപ്പിക്കുക. പ്രകൃതി സെ പ്രേം ഔർ സീമാവോ കോ തോടന. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രകൃതിയെ സ്നേഹിക്കുകയും ഓരോ രാജ്യത്തിന്റെയും അതിർവരമ്പുകൾ ഉണ്ടല്ലോ, സീമ, അല്ലെ. ഇന്ത്യ, പാകിസ്ഥാൻ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞില്ല, അതിനെ തോടന, അതിനെന്ത് ചെയ്യുക? പൊട്ടിച്ചെറിയുക. പ്രേം ഔർ ആശാസെ വിശ്വാസ് ദിലാന. എന്ത്? പ്രേം സ്നേഹം കൊണ്ടും ആശ പ്രതീക്ഷയെ കൊണ്ടും വിശ്വാസിലാന ഓരോരുത്തർക്കും ഈ ഒരു വിശ്വാസം നൽകുക. ദുനിയാമേം ഏകത. എന്ത്? ലോകത്ത് ഐക്യം, അല്ലെ. ഏകത, ഐക്യമാണ് വേണ്ടത് എന്നുള്ള വിശ്വാസം എല്ലാവർക്കും നൽകുക. ഇതൊക്കെയാണ് ഇതിലെ മുഖ്യമായിട്ടുള്ള ആശയം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാരാംശം വരുമ്പോൾ അതിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. സ്വതന്ത്രക ആസ്വാദൻ. അടുത്ത പോയിന്റ് എന്താ? സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കുക. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ദേശജാതി ഭേദമന്യേ പേടികൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്വാതന്ത്ര്യം ആസ്വദിക്കാനും ഓരോ അതിർവരമ്പിനെയും പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാനും എല്ലാവരോടും സ്നേഹത്തോടുകൂടി നിൽക്കാനും കഴിയണം എന്നുള്ളതാണ് ഇത് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെ. തമാം എന്ന് പറഞ്ഞാൽ അർത്ഥം സാര, ജമാ ഹോന ഏകത്ര ഹോന ഒരുമിച്ച് കൂട്ടുക, സാഫ് സുതരി സ്വച്ഛ് അതായത് ക്ലിയർ ആയിട്ടുള്ള, നോക്ക് അഗ്ര, മുസൽസൽ നിരന്തർ. നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. മുസൽസൽ എന്ന് പറഞ്ഞാൽ നിരന്തർ. നികരാനി നിരീക്ഷൻ, ബാലു രേത് മണല്, നഫ്രത്ത് ഘൃണ വെറുപ്പ്, കോശിഷ് പരിശ്രമിക്കുക. ഇതൊക്കെ അതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സമാനാർത്ഥ ശബ്ദങ്ങളാണ്. എന്താണിത്? സമാനാർത്ഥ ശബ്ദം. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കുക. കുറച്ചുകൂടെ ഉണ്ട്. ആർ പാർ എന്ന് പറഞ്ഞാൽ ദോനോം തരഫ്, രണ്ടു ഭാഗത്തും, ചുറ്റും എന്നുള്ള അർത്ഥം കേട്ടോ. പിന്നെ ചീഖ്ന, ഖുഷി സെ ഷോർ മച്ചാന. ചീഖ്ന എന്ന് പറഞ്ഞാല് സന്തോഷം കൊണ്ട് ബഹളം വെക്കുക. പിന്നെ മഹജൂഫ് സുരക്ഷിത്. നമുക്ക് ഇപ്രാവശ്യം ഇതൊന്ന് ഓർത്തു വെക്കാം. മഹഫൂസ് എന്ന് പറഞ്ഞാല് മഹഫൂസ് കേട്ടോ. മഹഫൂസ് എന്ന് പറഞ്ഞാല് സുരക്ഷിത് എന്നർത്ഥം. വനസ്പതി പേട് പൗത്, മരങ്ങളും ചെടികളെയും ഒന്നിച്ചു കൂട്ടി പറയുന്നതാണ് എന്ത്? വനസ്പതി എന്നുള്ള വേർഡ്. ഓക്കെ. സഹസ എന്ന് പറഞ്ഞാൽ അചാനക് പെട്ടെന്ന്. ദാവാബോൽന ഹംല കർണ നശിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ദാവാബോൽന ഹംല കർണ, മെഹ്ഫൂസ് സുരക്ഷിത്, ഇതൊക്കെ ഒന്ന് ഇപ്രാവശ്യം നോക്കി വെക്കുക. ഇനി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ് വൈറ്റ് ക്യാപ്പ്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ക്യാപ്പിൽ നിന്നായിരിക്കും പട്കഥ വരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോ വൈറ്റ് ക്യാപ്പ് വന്നു കഴിഞ്ഞാല് അല്ല ആ കഥാപാത്രങ്ങള് കുട്ടികളും ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കേശവന്റെ ആ സന്ദർഭങ്ങളൊക്കെ ആണെങ്കിൽ സ്ഥാൻ വരുന്നത് ഗ്രൗണ്ടാണ്. ആ മുത്തശ്ശനോട് ദാദിയോട് എന്ത് ചെയ്യുന്നുണ്ട്? ദാദായോട് കേശവ് വാശി പിടിക്കുന്നുണ്ട്, അല്ലെ. അവിടെ മാത്രം ദാദയുമായിട്ടുള്ള സിറ്റുവേഷനാണ് പടുക്കത് വരുന്നെങ്കിൽ സ്ഥാൻ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാന് ഗർ എന്ന് കൊടുക്കുക. അപ്പൊ ഗർ എന്നുള്ളത് കൊടുക്കുക കേട്ടോ. സ്ഥാൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് അല്ലെങ്കിൽ മൈതാനാണ്. അതിലെ കഥാപാത്രങ്ങൾ, അതായത് വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠത്തിലെ കഥാപാത്രങ്ങൾ കേശവ്. 8 साल का छोटा सा नाटा सा सावला सा लड़का. ആരാ കേശവ്? 8 साल का 8 വയസ്സുള്ള ചോട്ടാസ നാട്ടാസ, അതായത് അധികം വലിപ്പമില്ലാതെ തടിച്ച്, എന്താ പറയാ, തടിച്ചെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഈ 8 സാല് അല്ലെ, വയസ്സിനൊത്ത പ്രായത്തിനൊത്ത ഒരു വലിപ്പമൊന്നുമില്ലാത്ത സാംല ഇരുനിറത്തിലുള്ള കുട്ടി, ഒരു കറുത്ത ആൺകുട്ടിയാണ് ആര്? കേശവ് എന്ന് പറയുന്നത്. രണ്ടാമതായി വരുന്ന കഥാപാത്രങ്ങൾ ക്രിക്കറ്റ് ഖേൽനെ വാലെ ബच्चे. ആരാണ്? ക്രിക്കറ്റ് ഖേൽനെ വാലെ ബच्चे, അല്ലെ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ. മൂന്നാമത് കേശവ് കെ മാതാപിതാ. പിന്നെ ആരാ വരുന്നത്? കേശവന്റെ മാതാപിതാക്കള്. എന്തൊക്കെയാ ഇതിലെ പ്രമുഖ ഘടനായും എന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഘടനകൾ ഇതൊക്കെയാണ്. ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും എന്ത് വരിക? പട്കഥയ്ക്ക് വരുന്ന ഘടനയായിട്ട് നമുക്ക് എഴുതേണ്ടി വരിക. കേശവ് കെ മാതാപിതാ
बेमतर जिले के किसी गांव से शहर में मजदूरों के लिए आया. കേശവന്റെ മാതാപിതാക്കൾ ബേംതര ജില്ലയ്ക്ക്, ബേംതര എന്ന് പറയുന്ന ജില്ലയിലെ കിസി ഗാവ് സെ, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നും ഷഹർ മേ, പട്ടണത്തിലേക്ക് മസ്ദൂർ കേലിയെ ആയ ഹെ, കൂലിപ്പണി എടുക്കാൻ വന്നതാണ്. തീസരി കക്ഷാക്ക് വാർഷിക പരീക്ഷയ്ക്ക് ബാദ്, എന്താ, 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് ശേഷം കേശവ് അപ്പനെ ദാദാജി സെ, കേശവ് എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ മുത്തശ്ശനോട് മാം ബാപ് കെ പാസ് ജാനേക്ക് ജിദ് കർത്താ ഹെ. മാം ബാപ് കെ പാസ്, മാതാപിതാക്കളുടെ അടുത്ത് ജാനേക്ക് പോകുന്നതിന് ജിദ് കർത്താ ഹെ, എന്ത് ചെയ്യാണ്, വാശി പിടിക്കുകയാണ് അല്ലെ. ഷഹർ മേ അപ്നെ പരിവാർ കെ അസ്ഥായി ഡേരെ മേ, ഷഹർ പട്ടണത്തില്, അപ്നെ പരിവാർക്ക് തന്റെ മാതാപിതാക്കളുടെ, അസ്ഥായി ഡേരെ മേ അതായത് താൽക്കാലികമായിട്ടുള്ള ആ ഒരു കുടിലില്, ദിൻ ഭർ അഖേല രഹന പടുത്താ ഹെ, എന്ത് ചെയ്യുന്നു, പകല് മുഴുവൻ, കാരണം പകല് എന്ത് ചെയ്യും, മാതാപിതാക്കൾ ജോലിക്ക് പോകും, അപ്പൊ ദിൻ ഭർ പകൽ മുഴുവനും അഖേല ഒറ്റയ്ക്ക് രഹനാപ്പെടുത്തായിരിക്കേണ്ടതായിട്ട് വരുന്നു. इसलिए बाहर एक कॉलोनी में क्रिकेट खेलने बच्चों के गेल देखने के लिए रोज जाता है. അപ്പൊ എന്ത് ചെയ്യുന്നു, इसलिए അതുകൊണ്ട്, ബാഹർ പുറത്ത്, ഏക്ക് കോളനി, ഒരു കോളനിയിൽ, ക്രിക്കറ്റ് ഗേൽത്തെ ബച്ചോക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ, ഗേൽ ദേഖ്നെ കെ ലിയേ കളി കാണാനായിട്ട് റോസ് ജാത്താ ഹെ, എന്നും അവൻ പോവും. ആര് പോവും, കേശവൻ കാണാൻ പോവും അല്ലെ, ക്രിക്കറ്റ് കാണാൻ പോവും. ബച്ചെ ഉസെ അപ്പനി ഹസി മസാഖ് കാ വിഷയ ബനാത്താ ഹെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ബച്ചെ ആ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികള്, ഉസെ അവനെ, അപ്പനി ഹസി മസാഖ് കാ തങ്ങളുടെ തമാശയ്ക്ക് അല്ലെ, അവരുടെ പരിഹാസത്തിന്റെ വിഷയമാക്കി മാറ്റുന്നു ആരെ, കേശവനെ. ലേക്കിൻ കുച്ച് ദിനോമേം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, വ ലഡ്കോं की गेल की जरूरत बन गया, അവൻ, ആര്, കേശവൻ, ലഡ്കോं की गेल की जरूरत बन गया കുട്ടികളുടെ കളിക്ക് അത്യാവശ്യമുള്ള ഒരാളായിട്ട് മാറുന്നു. दूर इमारतों से, चाड़ियों से, गंदी नालों से बोल लाने की जिम्मा കേശവ് का है. എന്തൊക്കെയായിരുന്നു ആ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെയാണ് കളിയില് പ്രധാനപ്പെട്ട ആളായിട്ട് ആര് മാറിയത്, കേശവൻ മാറിയത്, എങ്ങനെ കേശവൻ പ്രധാനപ്പെട്ട ആളായിട്ട് മാറിയത്, ജറൂരത്തായത്, ദൂർ ഇമാരത്തോംസെ ദൂരെയുള്ള കെട്ടിടങ്ങളിൽ നിന്ന്, ചാടിയോംസെ കുറ്റിക്കാടുകളിൽ നിന്ന്, ഗന്ധിനാലേസെ എന്താ ദുർഗന്ധം നിറഞ്ഞ അഴുക്ക് ചാലിൽ നിന്നും, ബോൾ ലാനേക്ക് ജിമ്മ എന്താ, ബോൾ ലാന എന്ന് പറഞ്ഞ ബോൾ എടുത്ത് കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്തം കേശവ് കാ ഹെ, ആർക്കായിരുന്നു, കേശവനായിരുന്നു. കേശവ് കാ സപ്ന ക്യാ ഹെ, കേശവന്റെ സ്വപ്നമായിരുന്നു എന്ത്, ക്രിക്കറ്റ് ഖേൽന അല്ലെ. കേശവ് കാ സപ്ന ഹെ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് കേശവന്റെ സ്വപ്നം. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് മാച്ച് ആലോചിക്കുന്നു അല്ലെ, ആയോജനം ചെയ്യുന്നു. ഗേൽത്തെ സമയം ബോൾ പാസ് കി 3 മഞ്ചില ഇമാരത്ത് കി ഛത് പർ ചലി ഗയി. ആ ഗേൽത്തെ സമയം കളിക്കുന്ന സമയത്ത് ആ ബോള് എന്ത് ചെയ്യുന്നു, പാസ് കി അടുത്തുള്ള 3 മഞ്ചില ഇമാരത്ത്, എന്താ 3 മഞ്ചില ഇമാരത്ത് എന്ന് പറഞ്ഞാല് 3 നില കെട്ടിടത്തിന്റെ ഛത് പർ ചലി ഗയി, എങ്ങോട്ട് പോയി, മേൽക്കുരയിലേക്ക്, അതിന്റെ ടെറസിന്റെ മുകളിലേക്ക് പോയി അല്ലെ. കേശവ് സെ ലാത്തെ ഹെ മഗർ വഹാം സെ ഗിർകർ മുൾതുടെ ബേസുദ് സെ പടാ. കേശവ് സെ ലേത്താ ഹെ, കേശവ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോൾ എടുക്കുന്നുണ്ട്, കേശവ് അല്ലെ, ബോൾ എടുക്കുന്നുണ്ട്. മഗർ പക്ഷേ, വഹാം സെ ഗിർകർ എവിടെ നിന്ന്, 3 മഞ്ചില ഇമാരത്ത് കെ ഊപ്പർ സെ അല്ലെ, ആ 3 നിലയുള്ള ഇമാരത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും, ഗിർകർ വീണിട്ട്, മുടേ തുടേ ബേസുദ് സെ പടാ, മുടേ തുടേ പറഞ്ഞാൽ എന്തെഴുതിയാ മതി, ഹാത്ത് പാവ് തോടുക്കർ എന്നെഴുതിയാ മതി കേട്ടോ. ഹാത്ത് പാവ് തോടുക്കർ ബേസുദ് സെ പടാ, എന്ത് ചെയ്യുന്നു, ആള് ബോധമില്ലാതെ വീഴുന്നു.
അല്ലെ. ഗേൽനെ വാലെ ലഡ്കെ ഉസെ ഓട്ടോമേം ആസ്പത്രിയിൽ ലേ ജാത്തെ ഹേ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഗേൽനെ വാലെ ലഡ്കെ കളിക്കുന്ന കുട്ടികൾ ഉസെ അവനെ ഓട്ടോമേം ആസ്പത്രിയിൽ ലേ ജാത്തെ ഹേ, ഓട്ടോയിൽ കൊണ്ടുപോകുന്നു. തബ് തക് കേശവ് കെ മാം ബാപ്പി ആത്തെ ഹേ. അപ്പോഴേക്കും കേശവന്റെ മാതാപിതാക്കളും അവിടെ വരുന്നു. കേശവ് കെ ഹാത്ത് പാവ് ടൂട്ട് ജാത്താ ഹെ. എന്ത് ചെയ്യുന്നുണ്ട്? കേശവന്റെ കൈയും കാലും പൊട്ടിപ്പോകുന്നുണ്ട്. ഗരീബ് മസ്ദൂർ പരിവാർ ഉസേ ലേക്കർ അപ്പനെ ഗാവ് മേ ലൗട്ടെ ഹെ. ആ ദരിദ്രരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആ മാതാപിതാക്കൾ അവനെ അപ്പനെ ഗാവ് മേ ലൗട്ടെ ഹെ. എന്ത് ചെയ്യുന്നു? ഗ്രാമത്തിലേക്ക് തിരിച്ച് മടങ്ങുന്നു. അവനായിട്ട് ഉസേലേക്കർ അവനെയും കൊണ്ട് അപ്പനെ ഗാവിലേക്ക് മടങ്ങും അല്ലെ. ഗിലാഡി ബച്ചെ കളിക്കാരായിട്ടുള്ള കുട്ടികള് ഉസേ ദേഖ്നെ കെ ലിയെ ആത്തെ ഹെ. അവനെ കാണാൻ വരുന്നുണ്ട് അല്ലെ, ആക്സിഡന്റ് ആയിട്ട്. और वापस आते समय തിരിച്ചു വരുമ്പോൾ ക്രിക്കറ്റ് ടീമേ ഭാഗ് ലേനെ കാ വാദാ ദേത്താ ഹെ. അവന്റെ വലിയ സ്വപ്നമായിരുന്നു ക്രിക്കറ്റ് ടീമിലാവാന്നുള്ളത് അല്ലെ. അപ്പൊ ഏതായാലും അവൻ കൈയും കാലും ഒടിഞ്ഞപ്പോ സഹതാപം തോന്നിയിട്ടുള്ള ആ കുട്ടികളുണ്ടല്ലോ, കളിക്കാര്, എന്ത് വാക്ക് കൊടുക്കുന്നു? വാപ്പസ് ആത്തെ സമയ, തിരിച്ചു വരുമ്പോൾ, അതായത് അസുഖമൊക്കെ മാറിയിട്ട് എല്ലൊക്കെ ശരിയായി തിരിച്ചു വരുമ്പോൾ ക്രിക്കറ്റ് ടീമിൽ, ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമില് ഭാഗ് ലേനേക്ക പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ കളിക്കാരനാവാൻ ഭാഗ് വാദാദേത്താ ഹെ. എന്ത് ചെയ്യുന്നു? വാക്ക് കൊടുക്കുന്നു. ലഡ്കോംനെ അപ്നെ ഹാത്തോं का बल्ला, पेड़, स्तंभ, बॉल और वो शील्ड भी ऑटो के पीछे की जगह में रख दिया. എന്ത് ചെയ്തു കുട്ടികള്? പിന്നെയും അവർക്ക് ഭയങ്കര സഹാനുഭൂതി തോന്നി അല്ലെ. ആദ്യം അവനെ മൈൻഡ് ചെയ്തില്ല. അവരുടെ മസാക്കി പാത്ര എന്താക്കി? മസേക്കി പാത്ര അല്ലെ, അവരുടെ പരിഹാസത്തിനുള്ള കഥാപാത്രമായിരുന്നു കേശവ്. ഇപ്പൊ ഈ കേശവിനെ അവരെന്ത് ചെയ്യുന്നു? ലഡ്കോമിനെ, ആ കുട്ടികള് അപ്നെ ഹാത്തോം തങ്ങളുടെ കയ്യിലുള്ള ബല്ല, എന്താ ബല്ല? ബല്ല പറഞ്ഞാൽ എന്താണ്? ബോൾ അല്ലെ. പേഡ്, അതായത് കാലിൽ കിട്ടുന്ന പാഡ്. സ്റ്റംപ് അല്ലെ, കളിക്കാൻ വെക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വെക്കുന്ന സ്റ്റംപ്, ബോൾ. അതുപോലെ ഷീൽഡ്, ആ ഷീൽഡും, അതായത് അവരൊരു ക്രിക്കറ്റ് മാച്ച് വെച്ചില്ലേ, ആ ക്രിക്കറ്റ് മാച്ചിൽ ജയിക്കുന്ന ആൾക്ക് വെച്ചിരുന്ന ഷീൽഡ്. ഓട്ടോ കെ പീച്ചേക്ക് ജഗമേം, ഓട്ടോയുടെ പിറകിലുള്ള സ്ഥലത്ത് രഖ്ദിയ, വെക്കുന്നു. ഏക്ക് ക്യാപ്റ്റൻ, ആ കളിക്കാരായ ഗിലാഡികളായ കുട്ടികളിലുള്ള ഒരു ക്യാപ്റ്റൻ അല്ലെ, ഈ ഗിലാഡികളിലെ ഒരു ക്യാപ്റ്റൻ, ഒരു ടീമിലെ ക്യാപ്റ്റൻ അപ്പനെ ജേബ് സേ, തന്റെ പോക്കറ്റിൽ നിന്നും വൈറ്റ് ക്യാപ്പ് നിക്കാൽക്കർ കേശവ് കെ സിർ പർ രഖാ ദിയ. എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് ക്യാപ്പ്, ഒരു വെള്ള തൊപ്പി, നിക്കാൽക്കർ നിക്കാൽക്കർ എടുത്തിട്ട് കേശവ് കെ സിർ പർ, കേശവന്റെ തലയിൽ രഖ്ദി, വെച്ചു കൊടുക്കുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് കേശവ് കാ ചരിത്രചിത്രം അല്ലെ. ഇപ്പൊ മുകളിൽ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കേശവന്റെ ചരിത്രചിത്രം കിട്ടും. കേശവ് യാ മാതാപിതാ യാ ഖിലാഡി ലഡ്കോं का പത്ര യാ ഡയറി. എന്താ? പത്ര യാ ഡയറി. ലെറ്റർ വരാം, ഡയറി വരാം. ആരുടെ? കേശവന്റെ വരാം. അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയ കുട്ടിയെ കുറിച്ച് മാതാപിതാക്കൾ എഴുതുന്നതാവാം. അല്ലെങ്കിൽ ഗിലാഡി ലഡ്കോമേം സെ ഏക് അല്ലെ, ഈ എന്താണ് ഗിലാഡി ലഡ്കോമേം സെ ഏക്, ഏതെങ്കിലും ഒരു കളിക്കാരൻ അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റിനെ കുറിച്ച് എഴുതുന്ന പത്രാവാം അല്ലെ ഡയറി ആവാം. അതുപോലെ തന്നെ വാർത്താലാപ് വരാം. കേശവർ ദാദാജി ഒരു പ്രാവശ്യം വന്നതാണ് അല്ലെ. അവർ കേശവർ ഗിലാഡി ലഡ്കെ, കേശവർ ഗുല്ലു കി മാം. ഈ ഗുല്ലു കി മാം എന്നുള്ളത് വന്നു കഴിഞ്ഞു അല്ലെ, മോഡൽ എക്സാമിന് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ അവിടെ വരാം. കേശവർ ഗുങ്കാർ ദമ്പതി. ഗുങ്കാർ ദമ്പതി എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു കുറച്ച് കുഴപ്പക്കാരായിട്ടുള്ള ഒരു ഫാമിലി അവിടെ ഉണ്ട് അല്ലെ. ആ ദമ്പതിയും കേശവും തമ്മിലുള്ളതാവാം. പിന്നെ കോസെ പ്രത്യേക പ്രയോഗം, കോ സെ പ്രത്യയ അല്ലെ, ഇതിന്റെ പ്രയോഗമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഗ്രാമർ എന്ന് പറയുന്നത്. കോയും സേയും എന്താണ്? കോ സേ എന്ന് പറയുന്നത് പ്രത്യയങ്ങളാണ് അല്ലെ. കോ എന്നുള്ളത് കേലിയെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഖ്, ന്, നെ, ല്, ലെ അങ്ങനെയുള്ള ഒക്കെ അർത്ഥം കിട്ടാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കോ ഉപയോഗിക്കുന്നുണ്ട്. കേശവ് കോ, കേശവനെ എന്ന അർത്ഥത്തിൽ അല്ലെ. ക്രിക്കറ്റ് ഖേൽ നേ കോ, ഇവിടെ ഈ കോ എന്നുള്ളത് കേലിയെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്താ? ക്രിക്കറ്റ് ഖേലിനെ കോ, ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടി, കേലിയെ അല്ലെ. അതാണ് കോ എന്ന പ്രത്യയത്തിന്റെ അർത്ഥം. ഇനി വരുന്നത് സേ ആണ്.
സേയും അതേപോലെ സേ വരുന്നുണ്ട്. സേന്റെ അർത്ഥം വരുന്നത് കാൾ, മുതൽ, കൊണ്ട്, ഓട്, ഇൽ നിന്നും. ഈ മലയാള അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് സേ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ, ഒരു ക്യാപ്റ്റൻ ദൂരത്തില്ലേ, ക്യാപ്റ്റനെ കേശവ് സേ, ക്യാപ്റ്റൻ കേശവനോട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് സേ എന്നുള്ളത് വരുന്നത്. ഈ സേ നമുക്ക് അധികവും പത്ര, ഡയറിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വരാറുണ്ട്. അവനേക്കാൾ നിന്നും, മുതൽ, അതുകൊണ്ട്, അതിനോട്, ഏതിൽ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥം വരുന്നതാണ് സേ എന്ന് പറയുന്ന പ്രത്യയം. ഇതാണ് ഇതിലെ ഗ്രാമർ വർക്കായിട്ട് വരുന്നത്. അടുത്തത് നോക്കിയേ, ദില്ലി മേം ഉനിന്റെ സംസ്മരണാണ് ഗഗൻഗീല് അല്ലെ. അപ്പോ ദില്ലി മേം ഉനിന്റെ എന്നുള്ളത് സംസ്മരൺ ഗഗൻഗീലാണ് എഴുതിയിട്ടുള്ളത്. ഓട്ടോ ഡ്രൈവർ കാ രൂപ് ചിത്ര അല്ലെ, അതായത് ഓട്ടോ ഡ്രൈവറിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അതിൽ വരാം. പ്രാവശ്യം നമ്മൾ ഏതായാലും ഹർമൻ അറിയാലോ നമുക്ക് അല്ലെ, പരിയിലടുക്കിയിലുള്ള ഹർമനെ നമുക്ക് ക്യാരക്ടർ സ്കെച്ചിന് ഒന്നുകൂടെ ഓർത്തു വെക്കാം, നന്നായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ പിന്നെ പഠിച്ചു വെക്കേണ്ടതാണ് ഈ ഓട്ടോ ഡ്രൈവർ കേട്ടോ. ഓട്ടോ ഡ്രൈവർ കാ രൂപ് ചിത്രം എന്ന് പറയുന്നത് ശരീർ കെ ഹർക്കത്ത് മേം ഗരീബ് സാ ദക്കാൻ, അജീബ് സാ ദക്കാൻ അല്ലെ. ശരീർ കെ ഹർക്കത്ത്, ഹർക്കത്ത് പറഞ്ഞാല് അയാളുടെ ഒരു മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ബോഡിയുടെ ഒരു മൂവ്മെന്റ്സില്, ശരീർ കെ ഹർക്കത്ത് മൂവ്മെന്റ്സില് അജീബ് സ, ഒരു വിചിത്രമായിട്ടുള്ള ക്ഷീണം കാണാൻ പറ്റുമായിരുന്നു. കണ്ടാ പ്രായം തോന്നുന്നില്ല എന്ന, വയസ്സന്മാരെക്കാളും കഷ്ടത്തിലുള്ള ഒരു ക്ഷീണം അയാളിൽ കാണാം. സീറ്റ് കെ നീച്ചെ സേ നിക്കാൽക്കർ, എന്താണ് സീറ്റ്, അതായത് ഓട്ടോയുടെ ആ സീറ്റിന്റെ താഴെ നിന്നും എടുത്തിട്ട് ഗന്ധ ഉദട ആദി ഭാഗ, പിന്നിക്കീറിയ, ദുർഗന്ധം നിറഞ്ഞ് പിന്നിക്കീറിയ ആദി ഭാഗ, ഒരു ഹാഫ് കൈയിന്റെ ബുരാ സ്വെറ്റർ, ഒരു ബ്രൗൺ കളർ സ്വെറ്റർ പഹനാരഹ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പറ്റമുഷിഞ്ഞ ഒരു സ്വെറ്ററാണ് ധരിച്ചിട്ടുള്ളത്. ആംഖേം ഓർ ബി ദസ്സി और चेहरों की हड्डियां और भी ऊपरी, ആംഗേം ഓർ ബി ദസ്സി, കണ്ണ് കുഴിഞ്ഞിട്ടാണുള്ളത്, അയാളുടെ കണ്ണ് ഭയങ്കര കുഴിഞ്ഞിട്ടാണുള്ളത്. ചെഹരയ്ക്ക് ഹഡ്ഡിയാം, മുഖത്തുള്ള എല്ലുകളോ, ഓർബി ഉദരി, ഉന്തിയിട്ടു. അതായത് നമ്മൾ പറയില്ലേ കണ്ണ് ഉള്ളിലേക്ക് പോയി പല്ലുന്തി എന്നൊക്കെ പറയുന്ന പോലെ എല്ലുന്തി കണ്ണ് തള്ളിയ ഒരു കോലമായിരുന്നു ആ ഡ്രൈവർ അല്ലെ, ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇതൊക്കെ പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഓരോന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് പോയാൽ ചരിത്രത്തിലാണ് എഴുതാൻ എളുപ്പമായിരിക്കും കേട്ടോ. നോക്കിയേ, ചെഹരമേം ഭൂഖ് ഓർ ബീമാരിക്ക് അലവ കുച്ചിനേക്ക്, ചെഹരോമേം ആ മുഖത്ത്, അദ്ദേഹത്തിന്റെ ആ ചെഹരമേം മുഖത്ത്, ഭൂഖ് ഓർ ബീമാരി, എന്താണ് ഭൂഖ് വിശപ്പിന്റെയും, ബീമാരി രോഗത്തെയും കൂടാതെ കുച്ചിനി ഒന്നുമല്ല. അതായത് മുഖത്ത് നോക്കി എന്ത് മാത്രമേ കാണാനുള്ളൂ, ബീമാരി ഭൂക്ക് മാത്രമാണ്. ഹമേഷ ഖാസിയാത്താഹെ, എപ്പോഴും എന്ത് ചെയ്യുന്നു, ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. പൈസയ്ക്ക് കമ്മിക്ക കാരൻ ഡോക്ടർ കോ നഹീം ദിക്കാത്ത, എന്ത് ചെയ്യുന്നില്ല, പൈസയ്ക്ക് കമ്മി, പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഡോക്ടർ കോ നഹീം ദിക്ത, എന്ത് ചെയ്യുന്നില്ല, ഡോക്ടറെ കാണിക്കുന്നില്ല. ലേക്കിൻ വോ ഖാസി ആത്താഹെ, പക്ഷെ അയാൾക്ക് എപ്പോഴും ചുമ വരാറുണ്ട് അല്ലെ. ഓട്ടോ വാല കാ നാം രാജാറാം, ആ ഓട്ടോവാലയുടെ പേരെന്താണ്, രാജാറാം. അവിടെ ഉള്ള വേർഡ് യു പി ഉന്നാവ് കി കിസി ഗരീബ് പരിവാർ കാത, യു പിയിലെ ഉന്നാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗരീബ് പരിവാർ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്. ബാരിഷ് മേ ഘർ ടഹ് ഗയ, എന്താ ബാരിഷ് മേ, ആ മഴക്കാലത്ത്, ഘർ ടഹ് ഗയ, വീട് നശിച്ചുപോയി. ദൂസരി ബാർ ബനുവാൻ നഹീം പായ, എന്താ ദൂസരി ബാർ, വീണ്ടും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല, എന്ത് വീട് പിന്നീട് കെട്ടാൻ കഴിഞ്ഞില്ല. ഭൂക്ക് മരീതി, പട്ടിണിയായിരുന്നു, കൊടും പട്ടിണിയായിരുന്നു. ഗാവ് മേ കൊയ് ജമീൻ നഹീന്തി, ഗ്രാമത്തില് വേറെ ഭൂമിയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഉസ്കെ 14 സാൽ കെ സമയം, അയാളുടെ ആരുടെ, ഓട്ടോവാലയുടെ, ആ ഓട്ടോ ഡ്രൈവറുടെ 14 സാൽ 14 വയസ്സ് സമയത്ത് ഉസ്കെ പിതാ അന്ധാ ഹോ ഗയാ, എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പിതാവ് കണ്ണ് കാണാത്തവനായി. ഗാവ് മേ ഉസ്കോ കോയി കാം നഹീദ, മാത്രല്ല ഗ്രാമത്തില് അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ 19
ഉൻ സഫർ മേ ദില്ലി പഹുഞ്ച. എന്ത് ചെയ്യുന്നുണ്ട്? 1979 ഡൽഹിയിലേക്ക് വരികയാണ്, നാട് വിട്ടു വരികയാണ്. പെഹലെ സൈക്കിൾ റിക്ഷ ചലാത്ത. ആദ്യം അദ്ദേഹം സൈക്കിൾ റിക്ഷയാണ് ഓടിച്ചിരുന്നത്. പിന്നീട് ഏക് അച്ഛാ ഇൻസാൻ കി കൃപാസെ, ഒരു നല്ല മനുഷ്യന്റെ കൃപ കൊണ്ട് ഏക് ഓട്ടോ മില, ഒരു ഓട്ടോ ലഭിച്ചു. അല്ലെ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഓട്ടോ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ? ഇതാണ് ആരുടെ ക്യാരക്ടർ സ്കെച്ച്? ആരുടെ? നമ്മളെ ഓട്ടോവാലയുടെ രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ച്. രാജാറാം അല്ലെ? ഗരീബ് ആത്മിയാണ്, ഗരീബ് ആത്മി അല്ലെ? എവിടെയാണ്? ഉന്നാവിലായിരുന്നു. പക്ഷെ ജീവൻ യാപ്പൻ കേലിയെ, എന്താ ജീവൻ യാപ്പൻ എന്ന് പറഞ്ഞാല്? ജീവൻ നിവൃത്തിക്ക് വേണ്ടിയിട്ട് എവിടെ വരുന്നു? ദില്ലി ആയേ അല്ലെ? ഏക് വക്ത് കി ഭോജൻ കെ ലിയെ, എന്താ ഭോജൻ? ഭക്ഷണം അല്ലെ? ഏക് വക്ത് കി ഭോജൻ കെ ലിയെ കാം കർത്താ ഹെ, കാം കർത്താ ഹെ അല്ലെ? നമ്മുടെ ലേഖിക അയാളെ കണ്ടെത്തുന്നതാണ് അല്ലെ? ലേഖിക എന്ത് ചെയ്യാണ്? ലേഖികയുടെ മിത്രാണ് സാൻഡി. ലേഖികക്ക് മിത്ര കാ നാം ഹെ സാൻഡി അല്ലെ? ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഭാരത് മേം अमेरिका के नेशनल पब्लिक रेडियो के लिए अन्न और भूख अल्ले? अन्न और भूख श्रृंखला के प्रोग्राम बना रहे थे. आरे? लेखिका और मित्र अल्ले? सैंडी. इसलिए वो राजाराम से साक्षात्कार किया. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത്? രാജാറാമിനെ സാക്ഷാത്കാരം ചെയ്തത് അല്ലെ? ലേഖിക और മിത്ര സാൻഡി എന്ത് ചെയ്യുന്നുണ്ട്? भारत में अमेरिका के नेशनल पब्लिक रेडियो के लिए अन्न और भूख श्रृंखला के प्रोग्राം बना रहा है. അതിന് ഒരു പ്രോഗ്രാം എടുക്കുന്നതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആര്? രാജാറാം അല്ലെ? അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അത്തരത്തിലൊരു സാക്ഷാത്കാരം. എന്താ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല്? ഇന്റർവ്യൂ നടത്തിയത് അല്ലെ? ഇത്രയാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഏതാ നോക്കൂ. ഏക് തിൻക. ഏക് തിൻക എന്ന് പറയുന്നത് എന്താണ്? ഒരു കവിതയാണ് അല്ലെ? ആരെഴുതിയതാണ്? ഹരി ഔദ് എഴുതിയിട്ടുള്ള കവിതയാണ് ഹരി ഔദ് അല്ലെ? വലിയൊരു പേരാണ്. നമ്മൾ ജസ്റ്റ് ഹരി ഔദെങ്കിലും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അയോധ്യ സിംഗ് ബുദ്ധിയ ഹരി ഔദിന്റെ കവിതയാണ് ഏക് തിൻക അല്ലെ? എന്താണ്? മാനവ്ക്ക് അസഹായത കാ ചിത്ര. ഇതിലെന്താ കാണുന്നത്? നമുക്ക് മാനവ്ക്ക് അസഹായത കാ ചിത്രനാണ് കാണുന്നത് അല്ലെ? ഘമണ്ട് എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് വരുന്ന വേർഡാണ് ഘമണ്ട് അല്ലെ? ഘമണ്ട് എന്നുള്ളതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട്. ഗർവ്, അഹങ്കാര്, ഏണ്ട്, ഇത്രയും വാക്കുകൾ അതിന്റെ അർത്ഥമാണ്. ഘമണ്ട് എന്നുള്ളതിന്റെ അർത്ഥം അല്ലെ? മാനവ് ഘമണ്ട് ഹോത്താ ഹെ. മാനവ് എപ്പോഴും എന്താണ്? ഘമണ്ടി ഹെ അല്ലെ? ഘമണ്ടി ഹോത്താ ഹെ. നമുക്ക്
ഒക്കെ ഭയങ്കര അഹങ്കാരമാണ് അല്ലെ. ലേക്കിൻ ഉസേ समाप्त करने के लिए बस एक तिनका से हो सकता है. നമുക്ക് നോക്കാം അത് എന്താന്നുള്ളത്. ഓക്കെ, ഓക്കെ. മാനവ് ഗമണ്ടി ഹോത്താ ഹെ അല്ലെ, നമ്മള് ഭയങ്കര ഗമണ്ടാണ് നമുക്ക് അല്ലെ. മാനവ് ഗമണ്ടി ഹോത്ത, ഭയങ്കര അഹങ്കാരികളാണ് മനുഷ്യൻ. ലേക്കിൻ ഉസേ സമാപ്ത് കർനെ കെ ലിയെ, എന്നാ അത് അവസാനിപ്പിക്കുന്നതിന് ബസ് ഏക് തിനക്കാ സെ ഹോ സക്താ ഹെ, ഒരു ഒറ്റ പുൽക്കൊടി കൊണ്ട് മതി. ഒറ്റ പുൽക്കൊടി കൊണ്ട് നമ്മളുടെ എന്തില്ലാതാക്കാൻ പറ്റും? ഒറ്റ പുൽക്കൊടി കൊണ്ട് നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ പറ്റും അല്ലെ. അത്രക്ക് നിസ്സഹായനാണ്, അത്രത്തോളം നിസ്സഹായനാണ് മനുഷ്യൻ എന്നുള്ളതാണ് ഈ കവിത നമുക്ക് പറഞ്ഞിരുന്നത്. അതിൽ കാര്യമായിട്ട് അതാണ് പറയാനുള്ളത്. ഇതിൽ വരാൻ സാധ്യതയുള്ളത് എന്താന്ന് വെച്ചാല് സഹി മിലാൻ കരെ, ഇതാണ് വരാൻ സാധ്യതയുള്ളത്. തന്നിട്ട് ഗമണ്ടി തിനക്ക ഏണ്ട് ആങ്ക് ഇതൊക്കെ തന്നിട്ടുള്ളത് നമുക്ക് ചേരുംപടി ചേർത്ത് കൊടുക്കാനാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ആശയം നമുക്ക് വരുന്നത്, മിക്കവാറും നമുക്ക് ആശയം വരുന്നത് ലാസ്റ്റ് കവിതയായിരിക്കും. നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് അതാണ്. അടുത്ത പാഠമാണ് നമുക്ക് കാണാൻ പോകുന്നത്. അടുത്തത് ഏതാണ്? ഗലീലിയോ അല്ലെ. ഗലീലിയോ എന്ന് പറയുന്നത് ആരെഴുതിയതാ? ശുക്രാചാരി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. എന്താണ്? ലേഖനമാണ് ഗലീലിയോ. ആരെ കുറിച്ചുള്ള ലേഖനമാണ്? ഗലീലിയോ കുറിച്ചുള്ള ലേഖനമാണ് അല്ലെ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഉള്ള പാഠമല്ല, പക്ഷെ ഇതിൽ നമുക്ക് എന്ത് വരും? ഡയറി വരും, പത്ര വരും അല്ലെ. ഡയറി പത്രം കാര്യമായിട്ട് വരാറുണ്ട് എപ്പോഴും. എന്താണ്? ബച്പൻ സെ बचपन से सपना देखने वाले एक बालक ആരായിരുന്നു? ഗലീലിയോ അല്ലെ. എപ്പോഴും സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു അല്ലെ. ആര്? ഗലീലിയോ എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ ഭയങ്കരമായിട്ട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു ബാലകനായിരുന്നു. ആര്? ഗലീലിയോ എന്ന് പറയുന്നത് അല്ലെ. സപ്ന ദേഖ്നെ വാല ഹെ. ഈ ഗലീലിയോയില് നമുക്ക് കാര്യമായിട്ട് ഗലീലിയോ पिता के बीच वार्तालाप, उस संदर्भ का ഡയറി, പത്ര, ഇതൊക്കെയാണ് അതിൽ കാര്യമായിട്ട് വരാനുള്ളത്. ഡയറി, പത്ര, ആരെ? ഗലീലിയോ ഓർ പിതാവിന്റെ ഡയറി, ഇതാണ് കാര്യമായിട്ട് വരാനുള്ളത്. അതുപോലെ നമുക്കറിയാം ഗലീലിയോ എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് അല്ലെ. എന്താ കണ്ടുപിടിച്ചത്? പെൻഡുലം. പെൻഡുലം ഗലീലിയോ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു എന്ത്? പെൻഡുലം എന്നുള്ളത്. ഗലീലിയോയ്ക്ക് വൈജ്ഞാനികത അല്ലെ. ഗലീലിയോ
ഗലീലിയോ ഒരു വൈജ്ഞാനികനായിരുന്നു. അതാണ് നമുക്ക് ഇതിൽ ചോദിക്കുക അല്ലെ. വൈജ്ഞാനികനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ശാസ്ത്രജ്ഞനാവാനാണ് ഇഷ്ടപ്പെട്ടത്. അച്ഛനാണ് അദ്ദേഹത്തെ എന്താക്കാൻ ആഗ്രഹിച്ചത്? ഡോക്ടറി ബനാന, ബനാന എന്നാണ് വരിക. ബനാന എന്ന് എഴുതരുത്, ബനാന ആക്കാൻ ആഗ്രഹിച്ചു അല്ലെ. ഡോക്ടറി ബനാന ആഗ്രഹിക്കുക. ലേക്കിൻ ഗലീലിയോ വൈജ്ഞാനിക് ബന്ന ചാഹത്താ. ഈ ഗലീലിയോയുടെ ചാപ്റ്ററിൽ നമുക്ക് അത്രമാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുള്ളൂ. പിന്നെ ഇനി പറയാനുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട 2 കവിതകളാണ് ഇനി നോക്കാനുള്ളത്. പൈതൽ ചലതാ ഹുവ ആദ്മി. പൈതൽ ചലതാ ഹുവ ആദ്മി എന്നുള്ളത് കവിതയാണ് അല്ലെ. ആരതാണ്? സ്വപ്നീൽ ശ്രീവാസ്തവിന്റെ കവിതയാണ് പൈതൽ ചലതാ ഹുവ ആദ്മി എന്ന് പറയുന്നത്. മസ്ദൂർ ലോഗോ കെ ജീവൻ കാ ചിത്ര. നമുക്ക് ആശയം വരുമ്പോൾ അതിൽ എഴുതാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൈതൽ ചലതാ ഹുവ ആദ്മി എന്നുള്ള പാഠം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നന്നായിട്ട് നോക്കുക നിങ്ങൾ. മസ്ദൂർ ലോഗോം കെ ജീവൻ കാ ചിത്രൻ ഇതിൽ കാണാം നമുക്ക്. മസ്ദൂർ തൊഴിലാളികളായിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അമീർ ലോഗോं को ഗരീബോं के പ്രതി മനോഭാവ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് അമീർ ലോഗോं को ഭയങ്കര പണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഗരീബോं के പ്രതി സാധാരണക്കാരോടുള്ള മനോഭാവം നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഏതിലുള്ളത്? പൈതൽ ചലതാ ഹുവ ആദ്മി എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. അടുത്തത് നമുക്കൊന്നുകൂടെ അതിൽ കുറച്ച് പോയിന്റ്സ് പറയാം. നമ്മുടെ പാഠം അങ്ങനെ തീരാനായി. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. എനിക്കറിയില്ല നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എല്ലാ പാഠങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ഒരു വിഷയത്തിനും നിൽക്കാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈതൽ ചലതാ ഹുവ ആദ്മി കവിതയാണ്. സ്വപ്നയിൽ ശ്രീവാസ്തവാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് കവിതയുടെ പേരുകളൊക്കെ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ് എഴുത്തുകാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈതൽ ചലതാ ഹുവ ആദ്മി എന്ന് പറഞ്ഞാല് കാൽനട യാത്രക്കാരനായിട്ടുള്ള ആള്. കാൽനട യാത്രക്കാരനായിട്ടുള്ള ആള് സ്വപ്നം കണ്ട് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. എനിക്കറിയില്ല നിങ്ങൾക്കത് ക്ലിക്ക് ആവും എന്നുള്ളത്. എനിക്ക് ക്ലിക്ക് ആവും. ഞാൻ പറഞ്ഞു കൊടുത്ത കുട്ടികൾക്കും ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ പൈതൽ ചലതാ ഹുവ ആദ്മി കവിത എഴുതിയിട്ടുള്ള സ്വപ്നിയില് പൈതൽ ചലതാ സ്വപ്നം എന്നുള്ളതിനോട് കണക്ട് ചെയ്യുക. അപ്പൊ അതിൽ പറയുന്നത് ഇതാണ്. മസ്ദൂർ ലോഗോं के जीवन का चित्रण. मजदूरों का ताकत എന്താ താക്കത്ത് എന്ന് പറഞ്ഞാല്? മസ്ദൂരോം കാ താക്കത്ത്. എന്താണ് താക്കത്ത് എന്ന് പറഞ്ഞാല്? താക്കത്ത് എന്ന് പറഞ്ഞാല് അർത്ഥം വരുന്നത്, നമുക്ക് അതിന്റെ അർത്ഥം എഴുതാം, ശക്തി. അവരുടെ ശക്തിയെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അതിലൊരു വരി ഞാൻ പറയാം. വഹ് അനാജ് ഉഗാന ബന്ദ് കർ ദേ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബന്ദ് കർ ദേ എന്ന് വരികയാണെങ്കിൽ യഹാം വഹ് കിസ്കി ഓർ സൂചിത കർത്താ ഹെ. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഈ വഹ് എന്നുള്ളത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? മസ്ദൂർ അല്ലെ, അല്ലെങ്കിൽ പൈതൽ ചലതാ ഹുവ
ആത്മീകോ, അല്ലെ, ആത്മീനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കണ്ടോ, വരിയിൽ വഹ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദ്യം അത് ആരാണ് എന്നുള്ളതാണ്. ഈ വഹ് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ആരെയാണ്? മസ്ദൂർ അല്ലെങ്കിൽ പൈതൽ ചൽത്താ ഹുവാ ലോഗ്, അല്ലെ, കാൽനട യാത്രക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇതാക്കുന്നത്. അതുപോലെ ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഏത്? സമാൻ ആശയ വാലി പങ്ക്തി. ഏതാ സമാൻ ആശയ വാലി പങ്ക്തി? സമാൻ, എന്താ സമാന ആശയ വാലി പങ്ക്തി എന്ന് പറഞ്ഞാല്? സമാനമായിട്ടുള്ള വരികൾ തന്നിട്ടുണ്ടാവും, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്ന കവിതയിൽ രണ്ടെണ്ണാണ്, അല്ലെ, 2 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും 2 വരി തന്നെ നമ്മൾ എടുത്തെഴുതണം, അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, തന്നിരിക്കുന്ന വരിയുടെ ആശയം നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സമാൻ അർത്ഥമുള്ള അർത്ഥമുള്ളതല്ല, ഒരേപോലെയുള്ള എന്തുണ്ടാവും? വാക്കുകള് തന്നിരിക്കുന്ന വരിയിലും നമുക്ക് തന്ന എന്തുണ്ടാവും? നമുക്ക് തന്ന ആശയത്തിലും ഉണ്ടാവും. ആശയത്തിൽ അത് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യുക? തന്ന വരിയും കവിതയിലെ ഭാഗങ്ങളും തമ്മിൽ താരതമ്യം നോക്കിയിട്ടെങ്കിലും ആ 2 മാർക്കിന്റെ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ഇത്രയുമാണ് പൈതൽ ചൽത്താ ഹുവാ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. मजदूर लोगों के जीवन का चित्रण, अमीर लोगों के लोगों को गरीबों के प्रति മനോഭാവ, അല്ലെ, പിന്നെ മസ്ദൂരോം താക്കത്ത് അവരുടെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. അടുത്തത് പറയുന്നത്, അടുത്ത പാഠം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റിലേക്ക് എത്തി കഴിഞ്ഞു, അല്ലെ. പരീലടുക്കി ഒരു ഒറ്റ ഓട്ടത്തിന് നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളും കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ പരീലടുക്കിയില് കാര്യമായിട്ട് നമുക്ക് ഉള്ള കഥാപാത്രങ്ങളാണ് ഹർമൻ, റോമ, അല്ലെ. റോമയാണ് ആര്? പരീലടുക്കിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഈ പാഠത്തിൽ നമുക്ക് ഒന്നുകിൽ പട്കഥ ഉണ്ടാവും, അല്ലെ. പട്കഥ എന്തായാലും ഉണ്ട്, ഡയറി ഉണ്ട്, പത്രമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ പട്കഥ, അതുപോലെ വിട്ടുപോയി വൈറ്റ് ക്യാപ്പിലുണ്ടല്ലോ, വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠം നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് നമുക്ക് പോസ്റ്റർ വരും കേട്ടോ. പോസ്റ്റർ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. മസ്ദൂർ ലോകത്തൊഴിലാളി ദിനം, അല്ലെ, മെയ് 5 അങ്ങനെയൊക്കെ വന്നിട്ട്. അപ്പൊ ഏതായാലും പരീലടുക്കി എന്ന് പറയുന്നത് കഹാനിയാണ്, അല്ലെ. ഏതാവിധ കഹാനിയാണ് എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. അനുവാദക് അരവിന്ദ് ഗുപ്തയാണ്. അനുവാദക തർജ്ജമ ചെയ്തിട്ടുള്ളത് അരവിന്ദ് ഗുപ്ത, അല്ലെ. അത് അനുവാദ ചെയ്തിട്ടുള്ളത്, അല്ലെ. അനുവാദകനാണ് അരവിന്ദ് ഗുപ്ത. അതായത് കഥാപാത്രങ്ങളാണ് ആര്? ഹർമനും റോമയും. റോമ എന്ന് പറയുന്നതാണ് പരീലടുക്കി, അല്ലെ. ഇനി പട്കഥ ഉണ്ടാവും. പട്കഥ വരുന്ന സമയത്ത് അവിടെ സ്ഥാന് വരുന്നത് ഏതാ? പട്കഥയിലെ സ്ഥാനം എപ്പോഴും ഏതായിരിക്കും? എപ്പോഴും അല്ല, യുദ്ധ സമയത്തുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതിയാൽ മതി? മൈതാൻ എന്നെഴുതാം, അല്ലെങ്കിൽ ഖേത്ത് എന്നെഴുതാം. ആര്? പരീലടുക്കിയും നമ്മുടെ റോമയും അതായത് പരീലടുക്കിയും ഹർമനും കാണുന്ന സിറ്റുവേഷൻ ഉണ്ട്, അല്ലെ. സേബൊക്കെ കൊടുക്കുന്ന സിറ്റുവേഷൻ, ആ സമയത്ത് നമുക്ക് ഗേത്ത് എന്ന് കൊടുക്കാം, അല്ലെ. ഹർമന്റെ ജീവിതം എന്ന് പറയുന്നത് ആ ശിബിരിലായിരുന്നു, അല്ലെ. മൈതാൻ, ഗേത്ത്. അപ്പൊ അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം? ശിബിർ, അല്ലെ. ഈ ശിബിറിലും എന്ത് നടക്കുന്നുണ്ട്? അവരുടെ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ പാഠത്തിൽ വരുന്നത്. പട്കഥയിൽ ഡയറി, പത്രം എല്ലാം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക, പോയിന്റുകളാക്കിയിട്ട് വെക്കുക. പിന്നെ എന്താ മാ, അല്ലെ, മാം വരുന്നുണ്ട്. സപ്നേമേ മാ ആത്തി ഹെ, നമ്മുടെ ഹർമന്റെ
ഹർമന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ നമ്മുടെ പബ്ലിക് എക്സാമിന് നമ്മുടെ റോമ അതുപോലെ ഹർമൻ ഈ പറയുന്ന രണ്ടുപേർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇനി അടുത്തത് പറയാൻ പോകുന്ന കവിത എന്ന് പറയുന്നത് നമുക്ക് ഇപ്രാവശ്യം കവിതയുടെ ആശയം എന്ന് ചോദിച്ചിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു പാഠമാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ സിലാ ബിൻതി ലഡ്കിയ. ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്? സിലാ ബിൻതി ലഡ്കിയ അല്ലെ. ഈ ഒരു പാഠമാണ് ഏകാന്ത് ശ്രീവാസ്തവാണ്. ഏകാന്ത്, നേരത്തെ ഞാൻ പറഞ്ഞു മറ്റേത് സ്വപ്നയിലായിരുന്നു, ഇത് ഏകാന്ത് ശ്രീവാസ്തവിന്റെ കവിതയാണ് സിലാ ബിൻതി ലഡ്കിയാം എന്ന് പറയുന്നത്. ഈ പാഠം നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. സിലാ ബിൻതി ലഡ്കിയ, ഏകാന്ത് ശ്രീവാസ്തവ്. ഇതിലെ കുറച്ച് പോയിന്റ്സ് ഞാൻ പെട്ടെന്ന് പറയാം. ഇതും അതന്നെയാണ്. ഗരീബ്, गरीबी का चित्रण, नीच जाति के लोगों का जीवन का परिचय, ऊंच नीच का ഭേദഭാവ്, ഇതൊക്കെ നമുക്ക് ആശയത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ പറയുന്നത്. എന്താണ്? ഗരീബി കാ ചിത്രൻ, ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. നീജ് ജാതി കെ ലോകോം കാ, എന്താ? നീജ് ജാതി, താഴ്ന്ന ജാതിയിലുള്ള ലോകോം കാ, ആൾക്കാരുടെ ജീവൻ കാ പരിചയം, ജീവിതത്തെ കുറിച്ചാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. പണ്ട് കാലങ്ങളിലുള്ള ഊഞ്ച് നീജ് കാ ഭേദഭാവ്, ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെയാണ് ഈ പാഠത്തിലുള്ള സിലാ ബിൻതി ലഡ്കിയാം, ഏകാന്ത് ശ്രീവാസ്തവന്റെ സിലാ ബിൻതി ലഡ്കിയാം എന്നുള്ളതിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഗരീബ് കാ ചിത്രൻ, നീച്ച് ജാതി കെ ലോഗോं का ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഓർത്തു വെക്കേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇനിയും നിങ്ങൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി കുറച്ചൊരു ഗ്രാമർ കൂടെ പറഞ്ഞു തരാം. അതും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു അവനവന്റെ പാഠത്തെക്കുറിച്ചും അതിലെ ഓരോ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോകൾ കാണാനിരിക്കാൻ പറ്റൂ. ഒറ്റയടിക്ക് വീഡിയോ കണ്ടതുകൊണ്ട് ആർക്കും ഒന്നും തന്നെ കിട്ടില്ല. ഇനി കുറച്ച് ഗ്രാമർ പറയാം. ഇപ്പോ നമുക്ക് അറിയാം എഡിറ്റിംഗ് നമുക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് താ ഹേ എന്നാണെങ്കിൽ അത് ഗ എന്നായിരിക്കും ഫാസ്റ്റ്. ഇത് പ്രസന്റ് ആണ്. വർത്തമാൻ ഇത് ഭാവികാല് അല്ലെ. താഹേ എന്നാണെങ്കിൽ ഇത് പുല്ലിംഗ ഏകവചനാണ്. പുല്ലിംഗ ഏകവചനമാണ്. അപ്പൊ താഹേ എന്ന് വരുമ്പോ അതിന്റെ പുല്ലിംഗ ഏകവചനമായിട്ട് വരുന്നത് ഘ എന്നാണ്. ഓക്കെ. ഇനിയോ തീ ഹേ എന്നാണെങ്കിൽ ഗീ എന്നാണ്. അതായത് ഇതെന്താണ് വരുന്നത്? സ്ത്രീലിംഗ ഏകവചനമാണ്. ഏകവചനം. ഓക്കെ. ഇനി തേ ഹൈം എന്നാണ് വരുന്നതെങ്കിൽ ഗേ എന്നാണ് വരിക. ഏം ഗേ എന്നാണ് വരിക. എ എന്നുള്ളത് എന്തായിട്ട് മാറും? ഏതാണോ അക്ഷരം വരുന്നത് ആ അക്ഷരമായിട്ട് മാറും. അതായത് ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ തേഹ എന്നുള്ളത് ഏം ഗേ എന്നായിട്ട് മാറും എന്ന് പറഞ്ഞു. എക്സാമ്പിൾ എഴുതുകയാണ് ഇവിടെ. പഠേ പഠിത്ത ഹേ എന്നാണ് വരുന്നതെങ്കിൽ
പടുത്തേ ഹൈം എന്നാണ് വരുന്നെങ്കിൽ ഈ പുള്ളി നമ്മൾ മാറ്റുന്നതിലും വേണം. എന്താവും അത്? പടേങ്കേ എന്നായിട്ട് മാറും. ഈ എ എന്നുള്ളത് ഇവിടെ ഈ ചിഹ്നമായിട്ട് കൊടുക്കണം, പടേങ്കേ എന്ന് കൊടുക്കണം. ഇത് എപ്പോഴും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എപ്പോഴും വരുന്നത് വർത്തമാന കാലത്തിൽ നിന്നും ഭാവി കാലത്തിലേക്ക് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ താഹേ എന്ന് പറഞ്ഞാൽ ഘ, പടുത്താഹേ. ഇപ്പൊ ഇവിടെ പടുത്താഹേ എന്നാണെങ്കിൽ ഉത്തരം എന്താവും? പഠേക എന്നാണ് ആകുക. പടുത്തീഹേ എന്നാണെങ്കിൽ പഠേഗി എന്നാണ് ആകുക. പടുത്തേഹേ എന്നാണെങ്കിൽ പഠേങ്കെ എന്നായിട്ട് മാറും. ഈ രീതിയിലുള്ള ഗ്രാമർ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് വ്, യ, പേന കൊണ്ട് എഴുതാം അവിടെ, വഹ്, യഹ്, വോ, യെ അല്ലെ. വോ എന്ന് പറയുമ്പോ അത് ഏത് പ്രത്യയം എന്ന് പറഞ്ഞാല് നേ, കോ, സേ, കാ, കേ, കി, ഇത്രയും പ്രത്യയങ്ങളുടെ കൂടെ ഇത് ചേരുമ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, വ എന്നുള്ളത് ഉസ് എന്നായിട്ട് മാറും, യ എന്നുള്ളത് ഇസ് എന്നായിട്ട് മാറും, വേ എന്നുള്ളത് ഉൻ ആയിട്ട് മാറും, എ എന്നുള്ളത് ഇൻ ആയിട്ട് മാറും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ മാറിയിട്ടുള്ളത് വിശേഷണ ശബ്ദമാണ്. വിശേഷണ ശബ്ദം നമുക്ക് കിട്ടാൻ എടുക്കാനും അറിയാനും പ്രയാസമില്ല. തന്നിരിക്കുന്ന പാരഗ്രാഫിൽ അച്ഛ, ദുബല, പരി, ലടുക്കി എന്നുള്ളതില് എന്താണ്? പരി എന്നുള്ളത് വിശേഷണ ശബ്ദമാണ്. ഓക്കെ, അപ്പൊ വിശേഷണമാണ് മറ്റൊരു ഗ്രാമർ എന്ന് പറയുന്നത്. അതും കറക്റ്റ് ശ്രദ്ധിക്കുക. എനിക്ക് അറിയില്ല എത്രത്തോളം എന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത്, എത്രത്തോളം എനിക്ക് എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് അത്ര നല്ലതല്ല. കാരണം എനിക്ക് ധൃതി പിടിച്ചതുപോലെയും പെട്ടെന്ന് പറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ശരി, നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗ്രാമർ ക്വസ്റ്റ്യനും എന്താവട്ടെ, നല്ല എളുപ്പത്തിലാവട്ടെ. ഈ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സർവനാമങ്ങൾ മാറ്റാനുള്ളത് ഇങ്ങനെയാണ് വരാറുള്ളത്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒന്നും മാർക്ക് കളയരുത്. അതുപോലെ ആശയം, കവിതയുടെ ആശയം എഴുതാനുള്ള വരികള്, കവിതയുടെ ആശയം എഴുതാനുള്ള വരികൾ എന്ന് പറഞ്ഞാല് ആ വാക്കുകൾ വായിച്ചു നോക്കുക. അതേപോലുള്ള വാക്കുകൾ ആ കവിതയിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. അതുപോലെ ആശയം എഴുതുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലുള്ള പോയിന്റുകൾ, ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് കൂൾ ഓഫ് ടൈമില് കൂളായിട്ട് വെറുതെ ഇരിക്കാതെ തങ്ങളുടെ ആൻസറിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ആ സമയം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷെ ലോങ് വീഡിയോ ആയി നിങ്ങളെ മുഷിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞെന്ന കാര്യങ്ങളും എല്ലാ പാഠത്തിലൂടെ ഒന്ന് ഓടിപ്പോയിട്ടുണ്ട്. നമ്മൾ പാഠം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ എല്ലാവർക്കും നന്ദി.